മാളു, ദേ മോളെ ചായ. അമ്മ എവിടെ അച്ഛാ? ആള് രാവിലെ നല്ല ബിസിയാ. ഇന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമല്ലേ, അതിനു മുൻപ് ജോലിയൊക്കെ ഒതുക്കണം. പിന്നെ ഇനി എന്താ മോളുടെ പ്ലാൻ? അല്ല, കോളേജിൽ പോയി തുടങ്ങുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ 3-4 ദിവസത്തെ ക്ലാസ് പോയില്ലേ? ഇനി ഇതിങ്ങനെ തുടർന്നാൽ എങ്ങനെയാ മാളൂ? ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അറ്റൻഡൻസ് നഷ്ടാവില്ലേ? അത് പിന്നെ എക്സാം എഴുതുന്ന കാര്യത്തിനൊക്കെ ബാധിക്കില്ലേ? അറ്റൻഡൻസിന്റെ കാര്യം ഒരു പ്രോബ്ലം ആവില്ല എന്ന് തോന്നുന്നു. എന്നാൽ അത് പോരല്ലോ, ഇത്രയും ദിവസത്തെ ക്ലാസ് മിസ്സാവില്ലേ? ഇനിയിപ്പോ അതും കുഴപ്പമില്ല, നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ മാളു, അതിന്റെ ആവശ്യമില്ലല്ലോ മോളെ. കോളേജ് നിനക്ക് മറ്റു ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. പിന്നെ മോളെന്തിനാ ക്ലാസ്സിൽ പോകാതിരിക്കുന്നേ? അച്ഛാ, ഇതുവരെ ഞാനും ഒപ്പവും ഒരുമിച്ചല്ലേ കോളേജിൽ പോയി വന്നോണ്ടിരുന്നത്. ഇപ്പോ അപ്പോ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. അത് മാത്രല്ല അച്ഛാ, അന്നത്തെ ആ ഇഷ്യൂല് അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടി ഇൻവോൾവ് ആണ്. എന്നെ കൂടി കളിയാക്കിയതിനാ അന്ന് അപ്പു അവിടെ അത്രയും വയലന്റ് ആയത്. ശിക്ഷിച്ചത് അവളെ മാത്രമാണെങ്കിലും ഞാൻ കൂടി അതിന് കാരണക്കാരിയാണ്. ആ സ്ഥിതിക്ക് ഞാൻ മാത്രം ക്ലാസ്സിൽ പോകുന്നത് അപ്പനെ ഒറ്റപ്പെടുത്തുന്ന പോലെ ആവില്ലേ? നോ മാളു, അങ്ങനെ നിനക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഇനി നീ കൂടി ക്ലാസ്സിൽ പോവാതിരുന്നോണ്ട് അപ്പുവിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, അത് നിന്നെക്കുറിച്ച് ടീച്ചേഴ്സിന്റെയും മറ്റു സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അന്ന് അരുൺ ഇവിടെ വന്നപ്പോഴും ആ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി നീ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അപ്പുവിന് നിന്നോട് പിണക്കോ പരിഭവമോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഒരാൾ ക്ലാസ് അറ്റൻഡ് ചെയ്താ അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പുവിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിനക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാമല്ലോ. അതുകൊണ്ട് മോൾ ഇന്നു മുതൽ കോളേജിൽ പോകണം. വെറുതെ ക്ലാസ് മിസ്സാക്കണ്ട. അച്ഛാ, അപ്പുവിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട്. അതിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു മോളെ? അപ്പുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട. മോള് പോയി റെഡിയാവ്. രാവിലെ അമ്മയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ ഞാൻ പോകുന്നുണ്ട്. കൂട്ടത്തിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാലോ? വേണ്ട അച്ഛാ, ഞാൻ അല്ലാതെ പോയിക്കോളാം. പറയുന്നത് കേൾക്കുമാളൂ. ഞങ്ങൾ ഏതായാലും ആ വഴിക്കാണല്ലോ. നിന്നെ അവിടെ വിട്ടിട്ട് പൊയ്ക്കോളാം. ചെല്ല്, വേഗം റെഡിയാകാൻ നോക്ക്. എന്തു പറ്റി? ഒന്നും കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ ഇതിന്റെ മുൻപിൽ ഇരിക്കാൻ പോവാണോ അമ്മ? പിന്നെ എനിക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേടി പെണ്ണെ. രാത്രി മുഴുവനും ഒരു സീരിയൽ പോലും വിടാതെ കാണുന്നുണ്ടല്ലോ. പിന്നെന്തിനാ പകല് റിപ്പീറ്റ് കാണുന്നത്? ഇന്നലെ ഒരു നോക്ക് കാണാൻ സീരിയൽ കണ്ടതേ അത്രയ്ക്ക് അങ്ങോട്ട് പിടിപ്പായില്ല. മുരളി ഇടയ്ക്ക് വന്ന് ന്യൂസ് വെച്ചു. ഇപ്പോഴാവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് കാണാമല്ലോ. എന്നും ഉണ്ടാവും ഇതുപോലെ ഓരോ കാരണങ്ങള്. മാളു, നീ ഇതുവരെ റെഡിയായില്ലേ? വേഗം ആട്ടെ മോളെ, അമ്മയ്ക്ക് ഡോക്ടറെ കാണാനുള്ളതാ. ഓ, നിന്റെ പ്രാക്ക് വലിച്ചു, കേബിള് കിട്ടുന്നില്ല. കണക്കായിപ്പോയി. മുരളിയേട്ടാ, റെഡിയായില്ലേ? അതെ, തിരിച്ചു വരുന്ന വഴിക്ക് പച്ചക്കറിയും പഴവും ഒക്കെ വാങ്ങിക്കണേ. ഫ്രിഡ്ജിലുണ്ടായിരുന്നൊക്കെ തീർന്നു. ഞാനത് ഓർത്തതാ. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഇത്തിരി ബേക്കറി ഐറ്റം ഒക്കെ കൂടി വാങ്ങിച്ചോ. മുറുക്കോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലും. TV കാണുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കുറിക്കാതെങ്ങനെയാ? അയ്യടാ, കുറച്ച് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ എങ്ങോട്ടാണെന്ന് അറിയോ? ഓ, ശകലം മതിയടി, ഒരു കൊതിക്ക്. ആകുന്ന കാലത്തല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റൂ. ആഹാ,
മുത്തശ്ശിയുടെ മോള് നല്ല മിടുക്കിയായല്ലോ. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. അല്ലേലും എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്കാണെന്ന് പറയാം. കൂട്ടത്തിൽ നമ്മൾ ഉണങ്ങേണ്ട കാര്യമില്ലല്ലോ. കയ്യിലിരിപ്പ് കൊണ്ട് അവളെ പുറത്താക്കിയതിന് മോള് കോളേജിൽ പോകാതിരിക്കേണ്ട കാര്യം എന്താ? പിന്നെ നിന്റെ ആ ചെക്കനോടെ മുത്തശ്ശിയുടെ അന്വേഷണം പറയണം കേട്ടാ. ഈ അമ്മയുടെ ഒരു കാര്യം. നിനക്കെന്താ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്താ കഴിഞ്ഞില്ലേ? പോവാം. ആ ഞങ്ങള് റെഡിയാ. അല്ല, താൻ ആ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തോ? അയ്യോ അത് മറന്നു. ഓ. ഞാനിപ്പോ വരാവേ. വാ പോവാ. വാ. ഗുഡ് മോർണിംഗ് അപ്പു. മോർണിംഗ് അങ്കിൾ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അശ്വതി ഇന്നാ ഡോക്ടറെ കാണിക്കേണ്ടത്. നീ എവിടെ പോവാ? ഞാൻ മാള് കോളേജിൽ പോകാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിയല്ലേ, അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കോളേജിൽ പോകാത്തതുകൊണ്ട് കറങ്ങി നടന്ന് ചുമ്മാ സമയം കളയരുത്. മോള് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ നോക്കണം.